വെൽക്കം ടു ലേണിനോ. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ RRB NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാത്രമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ എമോങ് ദ ഫോളോവിങ് വാസ് ദ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സി രാജഗോപാലാചാരി, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പം ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇത് പെർമനന്റ് പ്രസിഡന്റ് ആയിരുന്നു അല്ലെ? പെർമനന്റ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിരുന്നു രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ടെമ്പററി പ്രസിഡന്റ്. എന്ന് പറയുന്നത് ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണെന്ന് പറയുന്നത് ടെമ്പററി പ്രസിഡന്റ്. രാജേന്ദ്ര പ്രസാദ് 1946 ഡിസംബർ 11 മുതലാണ് എന്ത് ചെയ്തത്? രാജേന്ദ്ര പ്രസാദ് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് മാറുന്നത്. ഇപ്പം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് കറക്റ്റ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വെച്ചിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മെനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. It is made only on the basis of Government of India Act 1935. It is completely based on the Constitution of Canada. ഏതാണ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മെനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബാഗ് ഓഫ് ബോറോവിങ്സ് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അറിയപ്പെടുന്നത്. ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ആശയം അഡോപ്റ്റ് ചെയ്ത് എവിടുന്നാണ്? പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ആശയം ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത് പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് എവിടുന്നാണ്? USSRൽ നിന്നാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. പിന്നീട് ഇന്ത്യ സിംഗിൾ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുള്ള എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ റിട്ടുകളെ കുറിച്ചിട്ട് എടുത്തിട്ടുള്ളത് എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ എടുത്തിട്ടുള്ളത്. എന്ന ആശയം എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിട്ടുള്ളത് എവിടുന്നാണ്? എടുത്തിട്ടുള്ളത് USA നിന്നാണ്. അപ്പൊ ഇന്ത്യ പല ആശയങ്ങളും പല രാജ്യങ്ങളിൽ നിന്നുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. Which day is celebrated as a Constitution Day in India? ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഏതാണ്? അപ്പൊ ഏതാണ്? നവംബർ 26 ആണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. 2015 മുതലാണ്. BR അംബേദ്കർ ആയിരുന്നല്ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്. BR അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തി. BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഏത്? നവംബർ 26 എന്തെന്ന് പറയുന്നത് 125ാമത്തെ ബർത്ത് ആനിവേഴ്സറി 2015 മുതലായിരുന്നു. 2015 അപ്പൊ 2015 മുതൽ നവംബർ 26 എന്തെന്ന് പറയുന്നു? ലോ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. നവംബർ 24 എന്ത് ചെയ്യുന്നു? ലോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ഡേറ്റ് ആണ്, നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അന്ന് ലോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ 125ാമത്തെ ബർത്ത് ആനിവേഴ്സറിയിലാണ് 2015 മുതൽ ഇത് എന്ത് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് എന്നാണ്? 1935
എനാക്ട് ചെയ്ത് 1950 നവംബർ 26 മുതലാണ്. അതുപോലെ നമ്മുടെ ഡാഷ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ആൻഡ് എനാക്ടഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് ചോദിക്കുന്നു. ഏതാണ്? 1950 ജനുവരി 26 ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എത്ര നാളെടുത്തു? 2 വർഷവും 11 മന്തും. എത്ര നാളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ എടുത്തത്? 2 വർഷം 11 മാസം 18 ഡേയ്സ്. ഇത്രയുമാണ് എടുത്തത്. 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ടാണ് എടുത്തത്. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വന്നത് ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണല്ലോ. അത് എന്നായിരുന്നു വന്നേ? 1946 വന്നത്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? അവിടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, വല്ലഭായ് പട്ടേൽ ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഡോക്ടർ അംബേദ്കർ ആണ്. അപ്പൊ ഡോക്ടർ അംബേദ്കർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ അംബേദ്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ക്രിയേറ്റഡ് അണ്ടർ 1946 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പൊ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തു. അത് എപ്പോഴാണ്? ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വന്നത്. ഹു വാസ് ദ ഫസ്റ്റ് ടു ഗീവ് ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നവരാണ്? എം.എൻ. റോയി ആണ്. എം.എൻ. റോയി ആണ് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്നുള്ള ഐഡിയ കൊണ്ടുവന്നത്. എം.എൻ. റോയി 1934 ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. 1935 ഇത് INC റെക്കമെൻഡ് ചെയ്യുകയും 1940 എന്ത് ചെയ്തു? ഓഗസ്റ്റ് ഓഫറിലൂടെയാണ് എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിലവിൽ വരാനായിട്ടുള്ള കാരണമാകുന്നത്. അപ്പോൾ അത്രയുമാണ്. എം.എൻ. റോയി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവൊക്കെ ആയിരുന്നു. ഫാദർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസം എന്നറിയപ്പെടുന്നത് ആരാണ്? എം.എൻ. റോയി ആണ്. ഹു ചെയർഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യ? ഇന്ത്യയുടെ ഫസ്റ്റ് മീറ്റിംഗിൽ ആരായിരുന്നു ചെയർ ചെയ്ത്? ഡോക്ടർ BR അംബേദ്കർ ആണോ? P. ഉപേന്ദ്രയാണോ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ? സച്ചിദാനന്ദ സിൻഹയാണോ? അപ്പൊ അതാരാണെന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹയാണ് ടെമ്പററി പ്രസിഡന്റ്, ആദ്യത്തെ പ്രസിഡന്റ് ആണ്. എന്നാണ്? 1946 ഡിസംബർ 9 മുതലാണ്. 1946 ഡിസംബർ 9 എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു ആദ്യത്തെ മീറ്റിംഗ്. അപ്പൊ ആ മീറ്റിംഗിൽ സച്ചിദാനന്ദ സിൻഹ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് 1946 ഡിസംബർ 9 വരുവാണ് ചെയ്തത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്നത് അറ്റ് ദ ടൈം, 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ ടൈം ഓഫ് എനാക്ട്മെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻടു ഡാഷ് ചാപ്റ്റേഴ്സ്. അപ്പൊ എത്ര ചാപ്റ്റേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എത്ര ചാപ്റ്റേഴ്സ് ആയിട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്ര ചാപ്റ്റേഴ്സ് ആയിട്ടാണ്? 22 ആയിരുന്നു ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 22 ആണ്. When was the first section of the Constituent Assembly organized? Constituent Assembly ഫസ്റ്റ് സെക്ഷൻ ഓർഗനൈസ് ചെയ്തത് എപ്പോഴായിരുന്നു? 1946 നമ്മൾ പറഞ്ഞതാണ്. 1946 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് സെക്ഷൻ ഓർഗനൈസ് ചെയ്തത്. On which day Constituent Assembly adopt the national flag of India? ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് എന്ത് ചെയ്തത്? എന്താണ് അഡോപ്റ്റ് ചെയ്തതെന്നാണ്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എല്ലാവർക്കും അറിയാം 1947 ഓഗസ്റ്റ് 15 അപ്പൊ അതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഫ്ലാഗ് വേണം. അപ്പൊ 1947 ജൂലൈ 22 എന്ത് ചെയ്യുന്നത്? ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത്, ഇന്ത്യൻ ഫ്ലാഗ്. അപ്പൊ ഇന്ത്യൻ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തു. അപ്പൊ ഇന്ത്യൻ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഫ്ലാഗ് ഡേ എന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫ്ലാഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ജൂലൈ 22 ഫ്ലാഗ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ലെങ്ത് ഈസ് ടു വിഡ്ത്ത് എത്രയാണ്? ഫ്ലാഗിന്റെ 3:2 ആണ്. റേഷ്യോ ഓഫ് ലെങ്ത് ഈസ് ടു വിഡ്ത്ത് 3:2 ആണ് ഉണ്ടാകേണ്ടത് ഫ്ലാഗിന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാമെങ്കിൽ, when did the Constituent Assembly adopt the Indian national flag? നമ്മൾ നോക്കിയതാണ്.
അത് കഴിഞ്ഞിട്ട് അടുത്തത് പാർലമെന്ററി ഗവൺമെന്റ് കൺസെപ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ടേക്കൺ ഫ്രം വിച്ച് കൺട്രി? പാർലമെന്ററി ഗവൺമെന്റ് ഫോം ഇന്ത്യ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ് പാർലമെന്ററി ഗവൺമെന്റ് ഫോം ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്. എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ് പാർലമെന്ററി ഗവൺമെന്റ് ഫോം ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്. അടുത്തത് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ് ഈസ് ഇൻസ്പയർഡ് ബൈ വിച്ച് കൺട്രി? ഏത് കൺട്രിയിൽ നിന്നാണ് എന്ത് ചെയ്തത്? സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് ബ്രദർഹുഡ് എന്നുള്ള ഐഡിയ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത്. എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ ചെയ്തത്. ഫ്രാൻസിൽ എന്താണ്? ഇക്വാലിറ്റി 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 ഫ്രട്ടേണിറ്റി ഫ്രട്ടേണിറ്റി അതുപോലെ ഫ്രീഡം, ഈ വാക്കുകളൊക്കെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്. അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റേറ്റ് പോളിസി പാർട്ട് 4A വരുന്നത്. ഇത് അഡോപ്റ്റ് ചെയ്ത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഇത് അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് ഇത് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് അപ്പൊ ഇത്രയും ഫ്രാൻസിൽ നിന്ന് എന്താണെന്ന് മനസ്സിലായി. ബ്രിട്ടനിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് പാർലമെന്ററി ഗവർണൻസ് ആണെന്ന് മനസ്സിലായി. അതുപോലെ ബ്രിട്ടനിൽ വേറെ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്. എന്തുണ്ട്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്. പിന്നീട് എന്തുണ്ട്? ലോ മേക്കിംഗ് പ്രോസസ് ഉണ്ട്. എന്തുണ്ട്? ലോ മേക്കിംഗ് പ്രോസസ് ഉണ്ട്. ലോ മേക്കിംഗ് പ്രോസസ് ഉണ്ട്. റഷ്യയിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്? റഷ്യയിൽ നിന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി എത്ര എണ്ണമാണ് ഉള്ളത്? 11 മൗലിക കടമകളുണ്ട്. അപ്പൊ ഈ 42nd അമെന്റ്മെന്റ് 42nd അമെന്റ്മെന്റ് ആക്ട് 42nd അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. 1976 42nd അമെന്റ്മെന്റ് ആക്ട്. ഇനി പാർട്ട് 4A എന്ത് പറയുന്നു? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടി പാർട്ട് 4A എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അതില് 51A എന്ത് ഉള്ളത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉള്ളത്. ആർട്ടിക്കിൾ ആണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ആർട്ടിക്കിൾ ആണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ടെന്നുമല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ദ ഐഡിയ ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രട്ടേണിറ്റി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഇൻസ്പയർഡ് ബൈ വിച്ച് കൺട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഫ്രാൻസ് ആണ്. ഓക്കെ, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടേക്കൺ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വിച്ച് കൺട്രി? ഫണ്ടമെന്റൽ ഡ്യൂട്ടി എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ? എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്, അതായത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഐഡിയ എടുത്തിട്ടുള്ളത്. എമർജൻസി പ്രൊവിഷൻസ് മെൻഷൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ടേക്കൺ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വിച്ച് കൺട്രി? എമർജൻസി പ്രൊവിഷൻസ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ജർമ്മനിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഏത് പാർട്ടിലാണ്? പാർട്ട് 18 എന്ത് ചെയ്യുന്നത്? എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നത് പാർട്ട് 18. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 352 തൊട്ട് 360 വരെയുള്ള ആർട്ടിക്കിളിലാണ് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് എമർജൻസി ആണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ്? നാഷണൽ എമർജൻസി ഉണ്ട്, നാഷണൽ എമർജൻസി ഉണ്ട്, പിന്നെ ഏതുണ്ട്? സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്. പിന്നീട് നമുക്ക് ഇതുണ്ട് ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്, ഫിനാൻഷ്യൽ എമർജൻസി. അപ്പൊ ഇത്രയും എമർജൻസികളാണ് നമുക്കുള്ളത്. 352, 56, 360 എന്നീ ആർട്ടിക്കിളുകളിലാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിലോങ് ടു യൂണിയൻ ടെറിട്ടറി? യൂണിയൻ ടെറിട്ടറിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് പറയാമോ? പാർട്ട് 8 ആണോ, അതോ പാർട്ട് 4 ആണോ, 9 ആണോ, 6 ആണോ? യൂണിയൻ ടെറിട്ടറിയെ കുറിച്ച് പറയുന്നത് പാർട്ട് 8 ആണ്. ആർട്ടിക്കിൾ എത്ര ആണ്? ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 239 തൊട്ട് 242 വരെയുള്ള ആർട്ടിക്കിൾ ആണ് ഇതിൽ പറയുന്നത്.
അടുത്തത് which one of the following articles of the constitution gives us the right to equality? Right to equality കുറിച്ച് പറയുന്ന ഏതാണ്? റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിൾ ആണ്. ഈ ഓപ്ഷൻ ആണ്, ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്? US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ 32-ലാണെങ്കിൽ എന്താണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇതാണ്. 23-ഉം 24-ഉം എന്താണ് ചൈൽഡ് ലേബറും അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്. ട്രാഫിക്കിങ്ങും ചൈൽഡ് ലേബറും ഒക്കെ പറയുന്നത് ആർട്ടിക്കിൾ 23, 24-ലാണ്. ആർട്ടിക്കിൾ 368 എന്തിനെ കുറിച്ച് പറയുന്നു? ആർട്ടിക്കിൾ 368 അമെന്റ്മെന്റിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത്. അപ്പം which article of the Indian Constitution provide for the process of impeachment of president? പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ആണെന്ന് പറയുന്നത് 61 എന്ന് പറയുന്നത്. 61 ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇംപീച്ച് ചെയ്യുന്നത്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. There shall be a president of India. There shall be a president of India. There shall be a president of India എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത് 52 എന്ന് പറയുന്നത്. ഇംപീച്ച് ചെയ്യുന്നത് എപ്പോഴാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇംപീച്ച് ചെയ്യുന്നത്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആർട്ടിക്കിൾ 21-ൽ എന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് എന്താണ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 19 പറയുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Under which article of the Indian Constitution President can take over government of a state in case of failure of the constitution machinery of that state എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ വഴിയാണ് ഇന്ത്യക്ക് സ്റ്റേറ്റ് എമർജൻസി പറയാനായിട്ട് പറ്റുന്നത്? ഏത് ആർട്ടിക്കിൾ വഴിയാണ്? ആർട്ടിക്കിൾ 356 ആണ് സ്റ്റേറ്റ് എമർജൻസിയുടെ എന്ന് പറയുന്നത്. നാഷണൽ എമർജൻസി 352 ആണ്. 360 എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസിയുമാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഏതാണെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 21 ആണ് എന്തെന്ന് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 19 എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. അവരുടെ അഭിപ്രായങ്ങൾ പറയുവാനും എക്സ്പ്രസ് ചെയ്യുവാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. 22 എന്ന് പറയുന്നതിൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നതിലും കരുതൽ തടങ്കലിനും എതിരെയുള്ള പ്രൊട്ടക്ഷൻ എഗൈൻസ്റ്റ് എന്താണ്? അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ആണ്. അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനെയാണ് നമ്മൾ ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ടു. ആർട്ടിക്കിൾ 20 എന്ന് വെച്ചാൽ എന്താണ്? protection in relation to എന്താണ്? conviction of protection in relation to conviction for crime ആണ്. protection in relation to conviction for crime ആണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്താണ്? ആർട്ടിക്കിൾ 21 എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 36 to 51, 36 to 51 are listed under which of the following headings of Indian Constitution? 36 to 51 വരെയുള്ള എന്തിനെ കുറിച്ചാണ് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് 36 to 51 വരെയുള്ള ആർട്ടിക്കിളുകൾ പറയുന്നത്? ആർട്ടിക്കിൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് പോളിസി ആണ് പറയുന്നത്. എന്തിനെ കുറിച്ചാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് പോളിസി. പാർട്ട് എത്രയാണ്? പാർട്ട് 4A ആണ്. പാർട്ട് 4 ആണ്. 4A അല്ല, പാർട്ട് 4 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി.
ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണെങ്കിൽ 4A പറയുന്നത്. 4A എന്തെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 40 എന്താണ് പറയുന്നത്? 40 എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. വില്ലേജ് പഞ്ചായത്തുകളെ കുറിച്ചുള്ള ഓർഗനൈസേഷൻ ആണ് ആർട്ടിക്കിൾ 40 പറയുന്നത്. പിന്നീട് 48 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 48 പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് എന്താണ് പറയുന്നത്? ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് എന്താണ്? ഹസ്ബൻഡറി ആണ്. ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഹസ്ബൻഡറി ആണ് ആർട്ടിക്കിൾ 48 പറയുന്നത്. 48A എന്തിനെ കുറിച്ച് പറയുന്നു? 48A പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ കുറിച്ച് 48A പറയുന്നു. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ കുറിച്ച് ആർട്ടിക്കിൾ 48A പറയുന്നു. ഇനി 49 എന്തിനെ കുറിച്ച് പറയുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ മോണുമെന്റ്സ്. അപ്പൊ എന്തിനെ കുറിച്ച് പറയുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ മോണുമെന്റ്സിനെ കുറിച്ച് 49 പറയുന്നു. ആർട്ടിക്കിൾ 50 എന്തിനെ കുറിച്ച് പറയുന്നു? ആർട്ടിക്കിൾ 50 ആർട്ടിക്കിൾ 50 സെപ്പറേഷൻ ഓഫ് എന്താണ്? ജുഡീഷ്യറി ഫ്രം എന്താണ്? എക്സിക്യൂട്ടീവ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആണ് 50 പറയുന്നത്. 51 എന്തിനെ കുറിച്ച് പറയുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഓരോ ആർട്ടിക്കിളുകളിലും വരുന്നത്. ഇത്രയുമൊക്കെയാണ്. ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആണ്. ആർട്ടിക്കിൾ 48 ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഹസ്ബൻഡറി. ആർട്ടിക്കിൾ 48A എന്താണ്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. ആർട്ടിക്കിൾ 50 എന്താണ്? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ആർട്ടിക്കിൾ 51 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. 49 പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ മോണുമെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഈസ് റിലേഷൻ ടു ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആർട്ടിക്കിൾ 66 ആണോ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിള്? അതോ ആർട്ടിക്കിൾ 62 ആണോ പറയുന്നത്? ഏതാണ് ഇതിനകത്ത് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 66 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ, ഇതാണ് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 17 എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. അയിത്തം നിരോധിക്കുകയാണ്. അയിത്ത നിർമ്മാർജ്ജനമാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് എന്ന് പറയുന്നത്. റൈറ്റ്, പഠിക്കുവാൻ, വിദ്യാഭ്യാസത്തിനുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണെന്ത്? 21A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 17 ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. റൈറ്റ് ടു എഡ്യൂക്കേഷൻ 21A ആണ്. ഇക്വാലിറ്റി ബിഫോർ ലോ എത്രയാണ്? 14ാമത്തെ ആർട്ടിക്കിൾ ആണ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എത്രാമത്തെ ആർട്ടിക്കിൾ ആണ്? 18ാമത്തെ ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്ക്രിമിനേഷൻ ആണ്. ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിഷൻ ആണ്. ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിഷൻ. ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി
opportunity in matters of എന്താണ് in matters of public employment അതാണ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. Which of the following article is related to the prevention of human trafficking and forced labor എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് അതിനകത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഫോഴ്സ്ഡ് ലേബറും ഒക്കെ ആർട്ടിക്കിൾ 23-നകത്താണ്. ആർട്ടിക്കിൾ 23-നകത്താണ് എന്ത് വരുന്നത്, ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഫോഴ്സ്ഡ് ലേബറും ഒക്കെ വരുന്നത് ആർട്ടിക്കിൾ 23-നകത്താണ്. Official language of the Indian Constitution are mentioned. Official language of the Indian Constitution are mentioned. എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽ ലാംഗ്വേജ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 8th ഷെഡ്യൂളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജ് മെൻഷൻ ചെയ്തിരിക്കുന്നത് 8th ഷെഡ്യൂളിലാണ്. The 10th schedule of the Indian Constitution about which of the following? 10th schedule എന്തിനാണ്? കൂറുമാറ്റ നിരോധനമാണ്, ആന്റി ഡിഫെക്ഷൻ ആണ് കൂറുമാറ്റ നിരോധനം എന്ന് പറയുന്നത്. 1985-ലെ 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയാണ് ഇത് എന്ത് വരുന്നത്, ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് നിലവില് വരുന്നത്. Which of the following articles of Indian Constitution mention that Chief Minister will be appointed by Governor? Chief Minister Governor ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ആർട്ടിക്കിൾ 164-ലാണ് എന്തെന്ന് പറയുന്നത്, ചീഫ് മിനിസ്റ്ററിനെ ഗവർണർ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 164-ആണ്. Which of the following article of the Indian Constitution mention that the Chief Minister will be appointed by Governor? Okay, നമ്മൾ പറഞ്ഞതാണ്. Which of the following right to education എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത് എവിടെയാണ്? 21A-ലാണ് എന്ത് വരുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത് 21A-ലാണെന്ന് ഓർക്കുക. 29 ഏതിനെ കുറിച്ച് പറയുന്നു? ആർട്ടിക്കിൾ 29 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? 29 എന്താണ്? പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി റിലേഷൻ ടു കൺവിക്ഷൻ ഓഫ് ക്രൈം ആണോ, ഇല്ലീഗൽ പർച്ചേസ് ആണോ, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആണോ? ഏതിനെ കുറിച്ച് പറയുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസിലാണ് എന്ത് പറയുന്നത്, ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അത് എന്താണ്? മൈനോറിറ്റീസിന്റെ പ്രൊട്ടക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് 29 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ which of the article of our constitution says that the speaker will have the final casting vote? സ്പീക്കറിന് ഒരു ഫൈനൽ കാസ്റ്റിംഗ് വോട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഏതിനകത്താണ്? ആർട്ടിക്കിൾ 100-നകത്താണ് സ്പീക്കറിന് ഒരു ഫൈനൽ കാസ്റ്റിംഗ് വോട്ട് ഉണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിൾ 100-ാമത്തെ ആർട്ടിക്കിൾ ആണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് അണ്ടർ ആർട്ടിക്കിൾ 112 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് കോൾഡ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്നാണ് ആർട്ടിക്കിൾ 112 ബഡ്ജറ്റ് ആണ്. അടുത്തത് the name of the state and union territories of India are mentioned in which Indian schedule of the constitution എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഷെഡ്യൂളിലാണ് സ്റ്റേറ്റ്സിനെ കുറിച്ചും യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചും അതിന്റെ പേരുകളെ കുറിച്ചും എല്ലാം പറയുന്നത് ഫസ്റ്റ് ഷെഡ്യൂളിലാണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇവിടെ തീരുകയാണ്. താങ്ക് യു.